നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വെബ്സൈറ്റിൽ ഓൾറെഡി കാറ്റഗറി ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇതിനുള്ളത് പ്രോഡക്റ്റ് ലിസ്റ്റാണ്. അപ്പോൾ പ്രോഡക്റ്റ് ലിസ്റ്റാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ പ്രോഡക്റ്റ് ഐറ്റമിലും അതിൻ്റെ ഇമേജ്, നെയിം, പ്രൈസ്, അതേപോലെ തന്നെ ആഡ് ടു കാർട്ട് എന്നുള്ള സെക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു പ്രോഡക്റ്റാണ്. അങ്ങനെ ഒരുപാട് പ്രോഡക്റ്റ് നമ്മൾ ഈ ഒരു ഹോം പേജിൽ കാണിക്കും. ഓക്കെ, ഓൾമോസ്റ്റ് 8 പ്രോഡക്റ്റ് ആണ് നമ്മുടെ ഹോം പേജിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത്. സോ അതെങ്ങനെയെന്ന് നോക്കാം. സോ അതിനായി ആദ്യം നമുക്ക് പ്രോഡക്റ്റ് എന്നുള്ള ഒരു കളക്ഷൻ ക്രിയേറ്റ് ചെയ്യേണ്ടി വരും. സോ ഞാൻ നേരെ സ്വാപ്പിയിലേക്ക് പോയി കണ്ടന്റ് ടൈപ്പ് ബിൽഡർ പോവും. സോ അവിടെ ക്രിയേറ്റ് ന്യൂ കളക്ഷൻ ടൈപ്പ്, ഡിസ്പ്ലേ നെയിം പ്രോഡക്റ്റ്, കണ്ടിന്യൂ. എന്നിട്ട് ആദ്യം ടെക്സ്റ്റ് ടൈപ്പ് നെയിമാണ് പ്രോഡക്റ്റിൻ്റെ, ആഡ് ന്യൂ. അപ്പോൾ ഇത് നേരത്തെ നമ്മൾ കാറ്റഗറി ആഡ് ചെയ്ത അതേ സെയിം പ്രോസസ്സാണ്. നെക്സ്റ്റ് ഞാൻ ആഡ് ചെയ്യുന്നത് ഡിസ്ക്രിപ്ഷൻ. ഇത് ലോങ് ടെക്സ്റ്റ് ആണ്. ആഡ് അനദർ ഫീൽഡ്, MRP, നമ്പർ ടൈപ്പ് MRP, അത് നമ്പറാണ്. നമ്പർ MRP ഫ്ലോട്ടിൽ കൊടുക്കാം. സോ ആഡ് അനദർ ഫീൽഡ്. നമ്മൾ കൊടുക്കാൻ പോകുന്നത് സെല്ലിംഗ് പ്രൈസ് ആണ്, അത് നമ്പറാണ്. സെല്ലിംഗ് പ്രൈസ്, ഇത് ഫ്ലോട്ടാണ്. ആഡ് അനദർ. ഇനി കൊടുക്കാൻ പോകുന്നത് ഐറ്റം ക്വാണ്ടിറ്റി ടൈപ്പ്, അത് ടെക്സ്റ്റ് ടൈപ്പാണ്. സോ ഐറ്റം, ആഡ് അനദർ. സ്ലഗ്, അത് UID ആണ്. UID സ്ലഗ്, ആഡ് അനദർ. പിന്നെ ഇമേജസ്, അത് മീഡിയ ടൈപ്പാണ്. ആഡ് അനദർ. പിന്നെ അവസാനമായി നമുക്കൊരു കാറ്റഗറി, ഒരു ഈച്ച് പ്രോഡക്റ്റ് ഒരു കാറ്റഗറിൻ്റെ അണ്ടറിലായിരിക്കും. അപ്പോൾ ഒരു പ്രോഡക്റ്റിന് മൾട്ടിപ്പിൾ കാറ്റഗറീസ് ഉണ്ടാവും, ഒരു കാറ്റഗറീസിൽ മൾട്ടിപ്പിൾ പ്രോഡക്ട്സ് ഉണ്ടാവും. സോ ഞാനൊരു റിലേഷൻഷിപ്പ് കൊടുക്കുന്നു വിത്ത് കാറ്റഗറി, അത് മെനി ടു മെനി ആണ്. സോ കാറ്റഗറി ഹാസ് മെനി പ്രോഡക്ട്സ് ഹാസ് മെനി കാറ്റഗറി. സോ ഫിനിഷ്. ഇത് സേവ് കൊടുക്കാം. നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഫീൽഡും ആഡ് ചെയ്തു. നെയിം, ഡിസ്ക്രിപ്ഷൻ, MRP, സെല്ലിംഗ് പ്രൈസ്, ഐറ്റം ക്വാണ്ടിറ്റി ടൈപ്പ്, എല്ലാ ഫീൽഡും ഞാൻ ഇവിടെ ആഡ് ചെയ്തു. ഓക്കെ, ഇതാണ് നമ്മുടെ കളക്ഷൻ. സോ പ്രോഡക്ട്സ് ഞാൻ ഓൾറെഡി ആഡ് ചെയ്തു. സോ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പ്രോഡക്റ്റ് കാണിക്കാം. ഇവിടെ ആപ്പിൾ, ഡിസ്ക്രിപ്ഷൻ ഇട്ടു, MRP, സെല്ലിംഗ് പ്രൈസ്, അതേപോലെ തന്നെ ഐറ്റം ക്വാണ്ടിറ്റി ടൈപ്പാണ് 15 ഗ്രാം, സ്ലഗ് ആപ്പിൾ എന്ന് കൊടുത്തു. കാറ്റഗറി നമുക്ക് ഇവിടെ ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഏതാണ് കാറ്റഗറി വേണ്ടത് അത് ഞാൻ ചൂസ് ചെയ്ത്, അതേപോലെ തന്നെ ഇമേജും ഇട്ട് ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, നേരത്തെ നമ്മൾ കാറ്റഗറിൻ്റെ സെക്ഷനിൽ എങ്ങനെയാണ് ചെയ്തത് അതേ സെയിം പ്രോസസ്സാണ്. സോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇത് ആക്സസ് ചെയ്യാൻ വേണ്ടി സെറ്റിങ്സിലേക്ക് പോകും. അവിടെ യൂസർ റോൾസ്, അതിൽ പോയി കഴിഞ്ഞാൽ ഇതും പബ്ലിക്കലി ആക്സസിബിൾ ആണ്. അതിൽ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് വന്ന് ഞാൻ ഫൈൻഡ് 1 എന്നുള്ളത് രണ്ടും എനേബിൾ ചെയ്യും. ഓക്കെ, എന്നിട്ട് സേവ് കൊടുക്കും. അങ്ങനെ നേരെ എൻ്റെ ഫ്രണ്ട് എൻഡിലേക്ക് വരാം. ഇവിടെ ഗ്ലോബൽ APIയിൽ ഓൾറെഡി കാറ്റഗറിക്കുള്ള APIs ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സെയിം ടൈം ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ പ്രോഡക്റ്റിന് വേണ്ടിയുള്ള API ക്രിയേറ്റ് ചെയ്തു. ഗെറ്റ് ഓൾ പ്രോഡക്ട്സ്, അതും ഒരു ഫങ്ഷനാണ്. സെയിം ഇതേ രീതിയിലാണ്. സോ ഇത് ഞാൻ കോപ്പി ചെയ്യും, എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ ഇതിൻ്റെ URL ചേഞ്ച് ആണ്. API പ്രോഡക്ട്സ് എന്നാണ്. ഓക്കെ, ഇത് കോപ്പി ചെയ്ത് ഞാനിവിടെ പേസ്റ്റ് ചെയ്യും. ഫൈൻ. ഇനി ഗെറ്റ് ഓൾ പ്രോഡക്റ്റ് എന്നുള്ളത് ഞാനിവിടെ എക്സ്പോർട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ ഇവിടെ API റെഡിയായി. സോ ഇനിയിതിപ്പോൾ എൻ്റെ ഫ്രണ്ട് എൻഡിൽ കാണിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഒരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യും. സോ കോമ്പണൻറ്റ്സ് എന്നുള്ള ഫോൾഡറിൽ ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നുള്ള ഒരു കോമ്പണൻറ്റ് ക്രിയേറ്റ് ചെയ്യും. പ്രോഡക്റ്റ് ലിസ്റ്റ് .jsx RFC എൻ്റർ. എന്നിട്ട് ഈ ഒരു കോമ്പണൻറ്റ് ഞാനിവിടെ കാറ്റഗറി ലിസ്റ്റിൻ്റെ താഴെ മെൻഷൻ ചെയ്യും. പ്രോഡക്റ്റ് ലിസ്റ്റ്, നേരത്തെ കാറ്റഗറി ലിസ്റ്റിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മൾ പ്രോഡക്റ്റ് ലിസ്റ്റും അയച്ചു കൊടുക്കും. സോ ഇറ്റ്സ് പ്രോഡക്റ്റ് ലിസ്റ്റ്, സ്മോൾ ലെറ്റർ ആണ്. പ്രോഡക്റ്റ് ലിസ്റ്റ് ഈക്വൽസ് ടു await global API dot get all products. സോ ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ഞാൻ പ്രോപ്പായി അയക്കും. പ്രോഡക്റ്റ് ലിസ്റ്റ് ഈക്വൽസ് ടു പ്രോഡക്റ്റ് ലിസ്റ്റ്. ഈ പ്രോപ്പ് ഞാൻ എൻ്റെ കോമ്പണൻറ്റിൽ ആക്സസ് ചെയ്യും.
അതങ്ങനെ കർലി ബ്രേസിനകത്ത് ഈ ഒരു പ്രോപ്പ് ഇട്ട് കൊടുത്തു. ഓക്കെ, നൗ പ്രോപ്പ് ഈസ് ഡൺ. നമുക്ക് ഈ ഒരു പ്രോപ്പിനെ ഇറ്ററേറ്റ് ചെയ്യാം, മാപ്പ് ചെയ്യാം. സോ അതിനായി ഞാൻ എന്ത് ചെയ്യും, പ്രോഡക്റ്റ് ലിസ്റ്റ് ഞാൻ റിമൂവ് ചെയ്തു. ഇതിനകത്ത് പ്രോഡക്റ്റ് ലിസ്റ്റ് ഡോട്ട് മാപ്പ് ഇതിനകത്ത് നമ്മൾ ഇറ്ററേറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റിൽ നമുക്ക് ഒരു പ്രോഡക്റ്റ് ഐറ്റം ആണ് അല്ലേ. അപ്പോൾ ഇതിനൊരു സെപ്പറേറ്റ് കോമ്പണൻറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. സോ ഈച്ച് ഐറ്റം ഇവിടെ ഇറ്ററേറ്റ് ആവും. ഡയറക്റ്റായി ഞാനിവിടെ ഒരുപാട് കണ്ടന്റ് ഇടുന്നതിന് പകരം ഞാനിതിനൊരു സെപ്പറേറ്റ് കോമ്പണൻ്റായി എടുക്കും. സോ ഇത് എവിടെ വരുന്നത് പ്രോഡക്റ്റ് ഐറ്റമാണ്. സോ അതുകൊണ്ട് തന്നെ ഞാനൊരു കോമ്പണൻറ്റും കൂടി ക്രിയേറ്റ് ചെയ്യും. അതാണ് പ്രോഡക്റ്റ് ഐറ്റം ഡോട്ട് JSX എൻ്റർ. സോ RFC എൻ്റർ. പ്രോഡക്റ്റ് ഐറ്റം ക്രിയേറ്റ് ചെയ്തു. ഇത് എന്തിനാണ് ക്രിയേറ്റ് ചെയ്തത്? എനിക്ക് വേണമെങ്കിൽ ഈ പ്രോഡക്റ്റ് ഐറ്റമിനകത്ത് കൊടുക്കുന്ന എല്ലാ കോഡും ഡയറക്റ്റായി ഇവിടെ കൊടുക്കാം. പക്ഷേ ഒരു നീറ്റ് ആൻഡ് ക്ലീൻ പ്രോജക്റ്റിന് വേണ്ടിയാണ് ഞാനിപ്പോൾ ഒരു സെപ്പറേറ്റ് കോമ്പണൻറ്റിനകത്ത് എടുക്കുന്നത്. ഇല്ലെങ്കിൽ ഇവിടെ ഒരുപാട് കോഡ്സ് ഒക്കെ വരുമല്ലോ, അതുകൊണ്ടാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ കിട്ടുന്ന ഓരോ പ്രോഡക്റ്റിനെയും ഞാൻ പ്രോഡക്റ്റ് ഐറ്റം എന്നുള്ള കോമ്പണൻറ്റിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കും. സോ അത് എങ്ങനെയാ, സെയിം പ്രോഡക്റ്റ് എന്നുള്ള പ്രോപ്പാണ്, അതിനകത്ത് പ്രോഡക്റ്റ് ഞാൻ അയച്ചു കൊടുക്കും. അതിന് ഞാൻ പ്രോഡക്റ്റ് ഐറ്റമിനകത്ത് ആക്സസ് ചെയ്യും. പ്രോഡക്റ്റ് നമ്മുടെ ബാക്കെൻഡിൽ ഏകദേശം 8 ഐറ്റംസ് ആണ് ഉണ്ടായിരുന്നത്. സോ ആ ഒരു 8 ഐറ്റംസ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, പ്രോഡക്റ്റ് ഐറ്റം ആണ് ഇവിടെ ഉള്ളത്. ഞാൻ എന്ത് ചെയ്യും, ആദ്യം ഇമേജ് ഫെച്ച് ചെയ്യും. സോ ഇമേജ് src പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് ഇവിടെയാണ് ഇമേജ് ഉള്ളത്. അപ്പം ഇതിൻ്റെ ബേസ് URL കൂടി കൊടുക്കണം. സോ പ്രോസസ് ഡോട്ട് env ഡോട്ട് പ്ലസ് കൊടുക്കും. ഓക്കെ, ഇമേജിൻ്റെ വിഡ്ത്ത് ഇത് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് ഇമേജിൽ നിന്നാണ്. സോ ഇമേജിൻ്റെ ഹൈറ്റ് 200. ആൾട്ട് ഇട്ട് കൊടുക്കും. ആൾട്ട് എന്താണ്, പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് നെയിം ആണ്. ഓക്കെ, പിന്നെ ഇതിന് ക്ലാസ് കൊടുക്കും. ക്ലാസ് നെയിം ഇവിടെ താഴെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ നെയിം ഇട്ട് കൊടുക്കാം. സോ H2 ടാഗിലാണ് കൊടുക്കുന്നത്. അത് പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് നെയിം. ഓക്കെ, അപ്പോൾ H2നും ഒരു ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം. ഓക്കെ, നമുക്കുള്ളത് പ്രൈസാണ്. എനിക്ക് കാണിക്കാനുള്ളത് സെല്ലിംഗ് പ്രൈസും MRP ആണ്. സോ അത് രണ്ടും ഞാനൊരു ഡിവിനകത്ത് ഇട്ട് കൊടുക്കും. സോ div H2 ടാഗ്. സോ ഡോളർ സിമ്പിൾ വേണം, കാരണം ഇത് പ്രൈസ് ആണ് അല്ലേ. സോ പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട് സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അതേ രീതിയിൽ ഇത് കോപ്പി പേസ്റ്റ് സെല്ലിംഗ് പ്രൈസിന് പകരം MRP ഇട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ എങ്ങനെയാണ്, അതായത് ഇൻ കേസ് സെല്ലിംഗ് പ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ MRP ആണ് കാണിക്കുക. അതല്ല സെല്ലിംഗ് പ്രൈസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സെല്ലിംഗ് പ്രൈസ് കാണിക്കും, മറ്റേ MRPനെ ക്രോസ് ലൈൻ ഇട്ട്, അതായത് അതിനെ ലൈൻ ത്രൂ ചെയ്താണ് നമ്മൾ കാണിക്കുക. ഓക്കെ, അതിനുശേഷം നമുക്കൊരു ബട്ടണും കൂടി ആഡ് ചെയ്യാം. ബട്ടൺ എന്തിനാണുള്ളത്, ബട്ടൺ അതായത് നമ്മുടെ ആഡ് ടു കാർട്ടിനുള്ളത് ബട്ടൺ ആഡ് ചെയ്യും. ബട്ടൺ. സോ ബട്ടൺ വേരിയന്റ് ഉണ്ട്. ഔട്ട്ലൈൻ. സോ ഇവിടെ ആഡ് ടു കാർട്ട്. ഓക്കെ, അതേപോലെ തന്നെ ഇതിന് ക്ലാസ് കൊടുക്കാം. ക്ലാസ് നെയിം. ഇവിടെ ഡിവിനും അതേപോലെ തന്നെ ക്ലാസ് ഇട്ട് കൊടുക്കാം. ക്ലാസ്. നമ്മുടെ H2നും അതേപോലെ തന്നെ ക്ലാസ് ഇട്ട് കൊടുക്കും. ക്ലാസ്.
ഒരു പ്രശ്നമുണ്ടല്ലോ. ബട്ടൺ ഇമ്പോർട്ടഡ് ഫ്രം കോമ്പണന്റ് UI. കോമ്പണന്റ് UI എന്നാണ് ഇത് ഇമ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഡോണ്ട് ഫോർഗെറ്റ് ടു ഇമ്പോർട്ട് ദിസ്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ഞാൻ എന്ത് ചെയ്യും, എൻ്റെ ഡിവിലേക്ക് ക്ലാസ് നെയിം കൊടുക്കും. ക്ലാസ് നെയിം ഓക്കെ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉള്ളത്. ഇനിയിപ്പോൾ ഈ ഐറ്റംസിനൊക്കെ എനിക്ക് ഗ്രിഡ് കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പ്രോഡക്റ്റ് ലിസ്റ്റ് എന്നുള്ള ഈ ഒരു കോമ്പണൻറ്റിലാണ് ഗ്രിഡ് കൊടുക്കാൻ പോകുന്നത്. സോ ക്ലാസ് നെയിം കൊടുക്കും ഗ്രിഡ് കോൾസ് 2. മീഡിയം സൈസിലാകുമ്പോൾ ഗ്രിഡ് കോൾസ് 3 ആണ്. ലാർജിലാകുമ്പോൾ ഗ്രിഡ് കോൾസ് 4 കൊടുക്കും. ഗ്യാപ്പ് ഓഫ് 5, മാർജിൻ ടോപ്പ് 6. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഗ്രിഡിലായി നമ്മുടെ ലേ ഔട്ട് കാണിക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ ടോപ്പിലായി ഒരു ഡിവ് ഇട്ട് കൊടുക്കും, കാരണം എനിക്ക് ഹെഡിങ് ആവശ്യമാണ്. സോ ഈ ഡിവ് ഞാൻ റാപ്പ് ചെയ്യും കംപ്ലീറ്റ് ആയിട്ട്. അതിൻ്റെ താഴെ ഒരു H2 ടാഗ് ഇട്ട് കൊടുക്കും, കാരണം ഇത് ഹെഡിങ്ങിനാണ്. ഇതിൻ്റെ അകത്ത് അവർ പോപ്പുലർ പ്രോഡക്ട്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തു. ക്ലാസ് നെയിമും കൊടുക്കും. ടെക്സ്റ്റ് ഗ്രീൻ 600, ഫോണ്ട് ഓഫ് ബോൾഡ്, ടെക്സ്റ്റ് 2XL. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഹെഡിങ്ങും താഴെ കാണിക്കുന്നുണ്ട്, അവർ പോപ്പുലർ പ്രോഡക്ട്സ്. ഇനിയിപ്പോൾ ഇതിനൊരു മാർജിനും കൂടി ഇടാം. മാർജിൻ ടോപ്പ് ഓഫ് 10, മാർജിൻ ടോപ്പും കൂടി ഇട്ടു. ഇനിയിപ്പോൾ എൻ്റെ ഹോം പേജിൽ എനിക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ടാവും ആസ് എ ഇ-കോമേഴ്സ് വെബ്സൈറ്റ്. അപ്പോൾ അതെല്ലാം കാണിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വെറും ഒരു 8 ഐറ്റംസ് കാണിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഞാൻ ഇൻഡെക്സ് ഓഫ് 8 അപ് ടു 8 വരെ ഇറ്ററേറ്റ് ചെയ്താൽ മതി എന്ന് ഞാൻ ഒരു കണ്ടീഷൻ കൊടുക്കുന്നുണ്ട്. കണ്ടീഷനും കൂടി ഇടണം. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഹോം പേജിൽ വെറും 8 ഐറ്റംസ് മാത്രമേ കാണിക്കത്തുള്ളൂ ഓവറോൾ. ഇനിയിപ്പോൾ നമുക്ക് ഇതിന് അനിമേഷൻ കൊടുക്കാം. സോ ഞാൻ എൻ്റെ പ്രോഡക്റ്റ് ഐറ്റംസിൽ ക്ലാസ് കൊടുക്കുന്നു. ഹോവർ, സ്കെയിൽ അപ് ടു 105, ഹോവർ ഷാഡോ ലാർജ്, then transition all, ease in out, കർസർ പോയിന്റർ. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഹോവർ എഫക്റ്റും കൂടി വന്നു. ഇനിയിപ്പോൾ ബട്ടണിന് നമുക്ക് അതേപോലെ സ്റ്റൈൽ കൊടുക്കാം. ഹോവർ ടെക്സ്റ്റ് വൈറ്റ്, ഹോവർ ഓഫ് ബാക്ക്ഗ്രൗണ്ട് പ്രൈമറി. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബട്ടണിനും അതേ ഹോവർ എഫക്റ്റ് വന്നിട്ടുണ്ട്. ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ബോർഡർ അത് റൗണ്ടഡ് അല്ല. സോ ഇത് റൗണ്ടഡ് എന്നാണ്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അത് ടൈൽസും റൗണ്ടഡ് ആയി. പെർഫെക്റ്റ്. ഇത് റെസ്പോൺസീവ് വെബ്സൈറ്റ് ആണ്, കണ്ടില്ലേ? 2, 3, 4 ഐറ്റംസ്. എന്നൊരു കാര്യം കൂടി, അതായത് നമ്മളിവിടെ സെല്ലിംഗ് പ്രൈസും അതേപോലെ തന്നെ MRPയും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലൊരു കണ്ടീഷൻ ഉണ്ട്. അതായത് ഇൻ കേസ് സെല്ലിംഗ് പ്രൈസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വെറും MRP മാത്രമേ കാണിക്കത്തുള്ളൂ. സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ നമ്മൾ MRP സ്ട്രൈക്ക് ഔട്ട് ചെയ്യും. സോ ആ ഒരു ലോജിക്കും കൂടി ആഡ് ചെയ്യണം. സോ അത് നമ്മൾ ആഡ് ചെയ്യാം. അത് നമ്മൾ ആഡ് ചെയ്യുന്നത് ഈ ഒരു പ്രോഡക്റ്റ് ഐറ്റമിനകത്ത് നമ്മൾ സെല്ലിംഗ് പ്രൈസും അതേപോലെ തന്നെ MRPയും കൊടുത്തിട്ടുണ്ട്. ഇവിടെയാണ് ആഡ് ചെയ്യുന്നത്. സോ എന്താണ് കണ്ടീഷൻ? സോ കണ്ടീഷൻ ഇങ്ങനെയാണ്. അതായത് ഇൻ കേസ് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ നീ സെല്ലിംഗ് പ്രൈസ് കാണിക്കണം. ഓക്കെ. മറ്റൊരു കണ്ടീഷൻ എന്തെന്ന് വെച്ചാൽ, അതായത് സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ MRP സ്ട്രൈക്ക് ഔട്ട് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ക്ലാസ് കൊടുക്കാം. ക്ലാസ് കൊടുക്കുമ്പോൾ ഞാൻ ഒരു കണ്ടീഷനും കൂടി കൊടുക്കണം. അതായത് ക്ലാസ്സിൽ എങ്ങനെയാണ് കണ്ടീഷൻ കൊടുക്കുക? സോ അതിനായി നമുക്ക് ഇത് കർലി ബ്രേസിനകത്ത് ഇട്ട് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ ഈ സിംഗിൾ ഇൻവെർട്ടഡ് കോമ അല്ല, പകരം നമുക്ക് ബാക്ക് ടിക്ക് ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാനൊരു കണ്ടീഷൻ ഇടും. അതായത് പ്രോഡക്റ്റ് ഡോട്ട് ആട്രിബ്യൂട്ട്സ് ഡോട്ട്
സെല്ലിംഗ് പ്രൈസ് ഉണ്ടെങ്കിൽ ആൻഡ് MRPക്ക് ലൈൻ ത്രൂ ചെയ്യണം. ലൈൻ ത്രൂ. ആൾസോ മേക്ക് ടെക്സ്റ്റ് ഗ്രേ 500. ഓക്കെ, ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും സെല്ലിംഗ് പ്രൈസിൻ്റെ അടുത്ത് MRP സ്ട്രൈക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ സെല്ലിംഗ് പ്രൈസ് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് വെറും MRP ആണ് കാണിക്കുന്നത്. ഓക്കെ, പെർഫെക്റ്റ്.